ജനുവരി 19 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ മാര്യൂസ്, വിശുദ്ധ ആർക്കോന്തിയൂസ്, വിശുദ്ധ ആർസീനീസ്, വിശുദ്ധ ബാസിയർ. വിശുദ്ധ മാര്യൂസ് 530-594 കാലഘട്ടത്തിലാണ് വിശുദ്ധ മാര്യൂസ് ജീവിച്ചിരുന്നത്. സ്വിറ്റ്സർലൻഡിൽ അവഞ്ചസ് എന്ന സ്ഥലത്തെ മെത്രാനായിരുന്ന മാര്യൂസ് ഒരു റോമൻ കുടുംബത്തിൽ ജനിച്ചുവെന്നാണ് ലൊസൈനിലുള്ള അദ്ദേഹത്തിൻ്റെ കബറിടത്തിലെ ലിഖിതങ്ങളിൽ നിന്നും നമുക്ക് ഗ്രഹിക്കാൻ സാധിച്ചിട്ടുള്ളത്. 574 അദ്ദേഹം അവഞ്ചസിലെ മെത്രാനായി. 585 മെക്കോൺ കൗൺസിലിൽ അദ്ദേഹം പങ്കെടുത്തു. താമസിയാതെ അതിവേഗം ക്ഷയിച്ചുകൊണ്ടിരുന്ന അവഞ്ചസിൽ നിന്ന് തൻ്റെ എപ്പിസ്കോപ്പൽ അദ്ദേഹം പ്രസിദ്ധമായ ലൊസൈൻ നഗരത്തിലേക്ക് മാറ്റി. തിരുപ്പാത്രങ്ങൾ അദ്ദേഹം തന്നെ സ്വർണ്ണം കൊണ്ടുണ്ടാക്കുമായിരുന്നു. പഠനത്തിലും പ്രാർത്ഥനയിലും സ്വർണ്ണപ്പണിയിലും അദ്ദേഹം സമയം ചെലവഴിച്ചു. തന്നിമിത്തം അലസമായ സംഭാഷണങ്ങൾക്ക് സമയം തീരെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. മാര്യൂസ് അവഞ്ചസ് മാർക്കോ എന്നും അറിയപ്പെടുന്നു. മാര്യൂസ് ഒരു ഉത്തമ ബിഷപ്പായി വാഴ്ത്തപ്പെടുന്നു. ദരിദ്രരുടെ സംരക്ഷകനായും ഉപകാരിയായും പ്രാർത്ഥനാശീലനായ ഒരു വ്യക്തി എന്ന നിലയിലും ഗൗരവമേറിയ ഭൗതിക പഠനങ്ങളിൽ ഉത്സാഹം നിറഞ്ഞ ഒരു പണ്ഡിതൻ എന്ന നിലയിലും അദ്ദേഹത്തിന് വളരെ പ്രസിദ്ധി ഉണ്ടായിരുന്നു. 587 തൻ്റെ ചെലവിലും തൻ്റെ പ്രയത്നത്തിലും തന്നെ പയ്യേണിലെ സെൻറ് മേരീസ് ദേവാലയം അദ്ദേഹം പണിത് കൂദാശ ചെയ്തു. അദ്ദേഹം രചിച്ചിട്ടുള്ള നാളാഗമം ഹ്രസ്വമാണെങ്കിലും 6-ാം ശതാബ്ദത്തിലെ ചരിത്ര പഠനത്തിന് അത് വളരെ ഉപകാരപ്രദമാണ്. 453 മുതൽ 581 വരെയുള്ള പ്രധാന സംഭവങ്ങൾ പ്രസ്തുത ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന സെയിൻറ്റ് തൈർഷ്യസ് ദേവാലയത്തിന് ആദ്യകാലങ്ങളിൽ സെയിൻറ്റ് മാരീസ് എന്ന പേരും ലഭിച്ചിരുന്നു. മരിച്ച നാൾ മുതൽക്ക് തന്നെ ജനങ്ങൾ ലൊസൈനിലെ മാര്യൂസിനെ വിശുദ്ധനായി വന്ദിച്ചു പോന്നിരുന്നു. 1605 ലിയോ 11 മാർപ്പാപ്പ വിശുദ്ധ മാര്യൂസിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ഇന്നേ ദിവസം നമുക്ക് ഈ ഒരു അഭിപ്രായം വിചിന്തനം ചെയ്യാം. അലസ മസ്തിഷ്കം പിശാചിൻ്റെ പണിപ്പുരയാണ്. സദാ എന്തെങ്കിലും പ്രയോജനകരമായ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നത് വിശുദ്ധ ജീവിതത്തിന് എപ്പോഴും സഹായകമായിരിക്കും.